Hello friends, welcome back to Padma World Online Maths Tutorial. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് SSLCയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസ് ആണ്. അപ്പം പൊതുവേ നമ്മൾ ടഫ് എന്ന് വിചാരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് സർക്കിൾസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സർക്കിൾ എന്താണെന്ന് പറഞ്ഞ് തന്നെ ആദ്യം തുടങ്ങാം. ശ്രദ്ധിക്കുക, എന്താണ് സർക്കിൾ? ഇത്തരത്തിലുള്ള ഒരു 2-dimensional geometrical shape അഥവാ ഫിഗറിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് പോയിന്റ്സുകളാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു സർക്കിൾ ബിൽഡപ്പ് ആയിരിക്കുന്നത് ഇങ്ങനെ അനേകം പോയിന്റുകൾ ചേർന്നിട്ടാണ്. ഇങ്ങനെ പോയിന്റുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, സർക്കിൾ മാത്രമല്ല, ലൈൻസ്, കർവ്സ്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, അങ്ങനെയുള്ള ഏതൊരു ജോമെട്രിക്കൽ ഫിഗറിൻ്റെയും ബേസിക് യൂണിറ്റ് എന്തായിരിക്കും? പോയിന്റ്സുകളായിരിക്കും. എക്സാമ്പിൾ ലൈനിൻ്റെ കേസിൽ നോക്കിക്കോളൂ. ഇതൊരു ലൈൻ അല്ലേ? ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ. ഈ ഒരു ലൈൻ ഫോം ചെയ്യുന്നത് ഇങ്ങനെ അനേകം പോയിന്റുകൾ കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു ജോമെട്രിക്കൽ ഷേപ്പിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് പോയിന്റ്സുകളാണ്. അതുപോലെ തന്നെ സർക്കിളും ഒരു ജോമെട്രിക്കൽ ഫിഗറാണ്, 2-dimensional ജോമെട്രിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ബേസിക് യൂണിറ്റും പോയിന്റ്സുകളാണ്. അപ്പോൾ സർക്കിൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. ഓക്കെ, സെറ്റ് ഓഫ് പോയിന്റ്സ് മീൻസ് കളക്ഷൻ ഓഫ് പോയിന്റ്സ്. ഇങ്ങനെ പോയിന്റുകൾ ചേർന്നിട്ടല്ലേ ഈ സർക്കിൾ ഉണ്ടായിരിക്കുന്നത്. സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ സച്ച് ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ്. ഈ ഒരു ഫിക്സ്ഡ് പോയിന്റിനുള്ള ഡിസ്റ്റൻസ് ഈ ഏത് പോയിന്റിലേക്കും, സർക്കിളിലെ ഏത് പോയിന്റിലേക്കും ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കും. ഡെഫിനേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സർക്കിളിൻ്റെ എ സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ സച്ച് ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് ഡിസ്റ്റൻസ്, ഇതൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ ഒരു ഡിസ്റ്റൻസിനെ, അതായത് സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ ഏതൊരു പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, റൈറ്റ്. അപ്പോൾ സർക്കിൾ എന്താണ് പറഞ്ഞു? സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ സച്ച് ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സർക്കിളിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സർക്കിൾ ഒരു 2-dimensional ഷേപ്പിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, 2-dimensional ഫിഗറിന് എക്സാമ്പിൾ ആണ് സർക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ 2-dimensional ഫിഗറിൻ്റെ പെക്യുലാരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2-dimensional ഫിഗറിന് തിക്നെസ് അഥവാ ഡെപ്ത് ഉണ്ടായിരിക്കുകയില്ല. അതൊരു ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3-dimension എന്ന് പറഞ്ഞാൽ അതിൽ ഡെപ്ത് അഥവാ തിക്നെസ് ഉണ്ടായിരിക്കും 3-dimensional ഫിഗേഴ്സിന്. ഓക്കെ, അപ്പോൾ സർക്കിൾ ഒരു 2-dimensional ഫിഗർ അല്ലേ? ഓക്കെ, അതായത് ഇവിടെ തിക്നെസ് അഥവാ ഡെപ്ത് ഇല്ല, ഇതൊരു ഫ്ലാറ്റ് ഷേപ്പാണ്. അതിനെയാണ് 2-dimensional ഫിഗർ അഥവാ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 2-dimensional സ്പേസിൽ, അതായത് ഫ്ലാറ്റ് സർഫസിൽ, പ്ലെയിനിൽ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ നമ്മൾ XY ആക്സിസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുക. ഓക്കെ, ഇതിപ്പോൾ എക്സ് ആക്സിസ് ആണിത്, ഇത് Y ആക്സിസും. ഓക്കെ, Y ആക്സിസും. ഈ രണ്ട് ആക്സിസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ 2-dimensional പ്ലെയിനിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അതായത് XY എന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ പൊസിഷൻ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ആക്സിസായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എക്സ് കോർഡിനേറ്റ്, Y കോർഡിനേറ്റ് Y ആക്സിസായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് എങ്ങനെയാണ് 2-dimensional സ്പേസിൽ നമ്മളൊരു പോയിന്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത്. XY എന്ന ഫോമിൽ, എക്സ് കോർഡിനേറ്റും Y കോർഡിനേറ്റും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസും Y ആക്സിസാണ് 2-dimensional സ്പേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനെ പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ. ഇനി ഒരു 3-dimensional സ്പേസ് ആണെങ്കിൽ അതിന് XYZ ആക്സിസ് ഉണ്ടായിരിക്കും. ഇത് എക്സ് ആക്സിസ് ആയിരിക്കും, എക്സ് ആക്സിസ്. ഇത് Y ആക്സിസ്. ഇതെന്തായിരിക്കും? ഈ Z ആക്സിസ്, Z ആക്സിസ്. ഓക്കെ, ഇത് സെൻറ്റർ 0,0,0 ഒറിജിൻ. ഓക്കെ, ഈ പോയിന്റ്. അപ്പോൾ ഈ ഒരു 3-dimensional സ്പേസിൽ, ഓക്കെ, അതായത് 3 ഡയമെൻഷൻ വരുന്നുണ്ട്. ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്ന ഡയമെൻഷനാണ് 3-dimensional സ്പേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഇതൊരു 3 ഡയമെൻഷനിലാണ് ഈ പോയിന്റ് ഉള്ളത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ നമ്മളിവിടെ എക്സ് കമ വൈ കമ ഇസഡ് എന്ന ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും സെഡ് ആക്സിസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എക്സ് കമ വൈ കമ സെഡ് എന്ന ഫോമിലാണ് ഒരു പോയിന്റിൻ്റെ പൊസിഷൻ 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2 ഡയമെൻഷണൽ സ്പേസിൽ അഥവാ ഫ്ലാറ്റ് സർഫസിൽ എക്സ് കമ വൈ എന്ന ഫോമിലാണെങ്കിൽ 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ എക്സ് കമ വൈ കമ സെഡ് എന്ന ഫോമിലാണ് കോർഡിനേറ്റ് എഴുതുന്നത്, പോയിന്റിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ഡയമെൻഷണൽ സ്പേസ് എന്താണെന്ന് നോക്കാം. 1 ഡയമെൻഷണൽ സ്പേസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ലൈനാണ്. അപ്പോൾ ഇതൊരു നമ്പർ ലൈൻ, സ്ട്രേറ്റ് ലൈൻ കൺസിഡർ ചെയ്യാം. നമ്പർ ലൈൻ. ഓക്കെ, ഇവിടെ ഓരോ പോയിന്റിൻ്റെയും പൊസിഷൻസ് നമ്മൾ ഒരു സിംഗിൾ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 1 2 3 4 5 അങ്ങനെ സിംഗിൾ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പോയിന്റിൻ്റെയും പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 ഡയമെൻഷണൽ സ്പേസിന് എക്സാമ്പിൾ നമ്പർ ലൈനാണ്. 2 ഡയമെൻഷണൽ സ്പേസ് നമ്മൾ പറഞ്ഞു 2 നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു പോയിന്റിൻ്റെ പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ. 1 ഡയമെൻഷനിൽ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ സിംഗിൾ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, 3 ഡയമെൻഷൻ ആകുമ്പോൾ 3 നമ്പേഴ്സ്, അതായത് എക്സ് കമ വൈ കമ സെഡ് എന്ന കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്നത് 3 ഡയമെൻഷൻ സ്പേസിൽ. അപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്നാണ് നിങ്ങൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഇതിപ്പോൾ ഒരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഈ റെഡിങ് മാർക്ക് നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ആ ഒരു ഏരിയയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ പെരിമീറ്റർ അഥവാ സർക്കംഫറൻസ് എന്ന് പറയും. പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2πr. 2πr. ഈ r എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻട്രൽ നിന്നും സർക്കിളിൻ്റെ ഏതൊരു പോയിന്റിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ആണ് r അഥവാ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈ എന്താണെന്ന് നമുക്ക് നോക്കണം. പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പൈൻ്റെ വാല്യൂസ് 3.14 സംതിങ് ആണ്. ഓക്കെ, പൈൻ്റെ വാല്യൂ. അപ്പോൾ പൈ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സർക്കിളിൻ്റെയും പെരിമീറ്ററും അതിൻ്റെ പെരിമീറ്ററോട് അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ ബൈ ഡയമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് പൈ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞു പെരിമീറ്റർ കാണാനുള്ള ഫോർമുലയാണ് 2πr പെരിമീറ്റർ. ഓക്കെ, അപ്പം ഡയാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡയാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഓഫ് റേഡിയസ് ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 2r. അതായത് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡയാമീറ്റർ. അതായത് ലാർജസ്റ്റ് കോഡ് ഓഫ് ദി സർക്കിൾ എന്ന് പറയും. ഇവിടെ അത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ലാർജസ്റ്റ് കോഡ് സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ഡയാമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഡബിൾ ഓഫ് റേഡിയസ്. അപ്പോൾ നമ്മൾ കോഡ് എന്താണെന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡബിൾ ഓഫ് റേഡിയസ് ആണ് ഡയമീറ്റർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെരിമീറ്റർ ബൈ ഡയമീറ്റർ ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? പെരിമീറ്റർ എന്താണ്? 2πr അല്ലേ? 2πr അല്ലേ പെരിമീറ്റർ? ഡയമീറ്റർ 2r. 2πr ഡിവൈഡ് ബൈ 2r ചെയ്ത് കഴിഞ്ഞാൽ ആറും ക്യാൻസൽ ആവും. അതുപോലെ തന്നെ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പൈ. ഓക്കെ, പൈ ഇതിൻ്റെ വാല്യൂ ആണ് 3.14. അപ്പോൾ ഏത് സർക്കിളിൻ്റെയും ഓക്കെ, റേഡിയസ് പലതും വരുന്ന ഏതൊരു സർക്കിളിൻ്റെയും പെരിമീറ്റർ ബൈ ഡയമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് പൈ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പൈ. അപ്പോൾ പെരിമീറ്റർ ബൈ ഡയമീറ്റർ ഏതൊരു സർക്കിളിൻ്റെയും പെരിമീറ്ററിനെ, അതായത് സർക്കംഫറൻസിനെ, ഇവിടെ ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇത്രയും പോർഷൻ ഏരിയയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഈ പെരിമീറ്ററിന് ഡയാമീറ്റർ കൊണ്ട്, അതായത് ഡബിൾ ഓഫ് റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് പൈ. അത് ഏത് സർക്കിളിനും ഈക്വൽ ആയിരിക്കും. 3.14 ആണ് അതിൻ്റെ വാല്യൂ എന്നാലോചിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ് എന്താണെന്ന് പറയാം. എന്താണ് കോഡ്? സർക്കിളിൻ്റെ കോഡ് എന്താണ്? ഓക്കെ, കോഡ്. സർക്കിൾ കൺസിഡർ ചെയ്യുക. ഇതൊരു സർക്കിളാണ്. ഓക്കെ, ഇതൊരു സർക്കിളാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ നമുക്കറിയാം സർക്കിൾ ബിൽഡപ്പ് ആയിരിക്കുന്നത് സെറ്റ് ഓഫ് പോയിന്റ്സ് ചേർന്നിട്ടാണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പോയിന്റ് അറേഞ്ച് ചെയ്തിട്ടാണ് സർക്കിൾ ബിൽഡപ്പ് ആയിരിക്കുന്നത്. അതായത് സർക്കിളിൻ്റെ ബേസിക് യൂണിറ്റ് പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക,
അപ്പോൾ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഞാൻ ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു കോഡാണ്. അതുപോലെ തന്നെ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ഇതൊരു കോഡാണ്. ഇത് ലാർജസ്റ്റ് കോഡ് എന്ന് പറയും, സർക്കിളിന്റെ ലാർജസ്റ്റ് കോഡ്. ഏത് കോഡ്? സെന്ററിലൂടെ പാസ് ചെയ്യുന്ന, സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റിനാണ് ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. അതാണ് എന്ത്? ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഡയാമീറ്റർ. ഓക്കെ, ലാർജസ്റ്റ് കോഡ് ഓഫ് ദി സർക്കിൾ ഈസ് ഡയാമീറ്റർ. ഡയാമീറ്റർ എന്ന് പറയും അതിനെ. ഓക്കെ, അപ്പോൾ സെൻട്രൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലാർജസ്റ്റ് കോഡാണ് ഡയാമീറ്റർ. അപ്പോൾ ഒരു കോഡ് എന്താണ്? എ ലൈൻ സെഗ്മെന്റ്, സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ഹൂസ് എൻഡ് പോയിന്റ്സ് ബോത്ത് ലൈ ഓൺ ദ സർക്കിൾ. അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ഏതെടുത്തു കഴിഞ്ഞാലും കോഡിന്റെ എൻഡ് പോയിന്റ്സ് ലൈ ചെയ്യുന്നത് സർക്കിളിൽ തന്നെയാണ്. അതായത് സർക്കിളിന്റെ പോയിന്റ് ആണ് ഈ ഒരു കോഡിന്റെ, അതായത് ഈ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റിന്റെ എൻഡ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ കോഡ് എന്താണ്? എ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ഹൂസ് എൻഡ് പോയിന്റ്സ് ആർ ബോത്ത് ലൈ ഓൺ ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ആണ് കോഡ്. അതായത് കോഡിന്റെ എൻഡ് പോയിന്റ്, അതായത് ലൈൻ സെഗ്മെന്റ് എൻഡ് പോയിന്റ്സ് സർക്കിളിൽ തന്നെ ആയിരിക്കും. ഇതാ ഈ ഒരു കോഡ് എടുത്ത് നോക്കിയാലും ഈ കോഡ് എടുത്ത് നോക്കിയാലും ഈ ഒരു കോഡ് എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഇതിന്റെ എൻഡ് പോയിന്റ് സർക്കിളിലെ പോയിന്റ് തന്നെയാണ്. അത്തരം ലൈൻ സെഗ്മെന്റിനെ, സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത് സെൻട്രലിലൂടെ പാസ് ചെയ്ത് പോകുന്ന കോഡാണ്. ഈ ലാർജസ്റ്റ് കോഡിനെയാണ് നമ്മൾ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി എന്താണ് സീക്കൻഡ് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കോഡ് എന്താണെന്ന് പറഞ്ഞു, അപ്പോൾ ഇനി സീക്കൻഡ് എന്താണെന്ന് നോക്കാം. സീക്കൻഡ് എന്താണ്? ഓക്കെ, ഇപ്പോൾ സർക്കിൾ കൺസിഡർ ചെയ്യുക, സെൻറ്റർ കൺസിഡർ ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യുക പോയിന്റ്സ് ആണ് ഇതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ് കൂടെ പാസ് ചെയ്തുന്ന ഒരു ലൈൻ തന്നെയാണ്, ലൈൻ സെഗ്മെൻ്റ് ആണ് എന്ത്? സീക്കൻഡ്. ഓക്കെ, അതായത് ഈ രണ്ട് പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ്, ഇതൊരു സീക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ സീക്കൻഡിന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം ഒരു ഇൻഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് കോഡ് എന്ന് പറയാം. ഓക്കെ, കോഡാകുമ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ് സർക്കിളിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സീക്കൻഡ് ആകുമ്പോൾ ആ ലൈൻ സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ആയിരിക്കും. ഓക്കെ, അതായത് എൻഡ് പോയിന്റ് സർക്കിളിലായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്കൻഡ് ഈസ് എ ഇൻഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് കോഡ് എന്ന് പറയാം. ഓക്കെ, സീക്കൻഡ് വേണമെങ്കിൽ സെൻറ്ററിലൂടെയും കടന്നു പോകും സർക്കിളിൻ്റെ. ഇതാ രണ്ട് പോയിന്റ് കണക്ട് ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് സീക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്കൻഡിൻ്റെ കോഡും സീക്കൻഡും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോഡിൻ്റെ എൻഡ് പോയിന്റ് സർക്കിളിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. കാരണം വെച്ചാൽ ഇതൊരു കോഡാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇതിൻ്റെ എൻഡ് പോയിന്റ് സർക്കിളിൽ തന്നെയാണ്. നേരെ മറിച്ച് ഇവിടെ നമുക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു സീക്കൻഡായി. അതായത് സീക്കൻഡിൻ്റെ എൻഡ് പോയിന്റ് സർക്കിളിലായിരിക്കില്ല എന്ന് ആലോചിച്ചാൽ മതി. കോഡിൻ്റെ എൻഡ് പോയിന്റ് സർക്കിളിൽ തന്നെ ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നമുക്കിനി ടാൻജൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സർക്കിളിൻ്റെ ടാൻജൻറ്റ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എ ലൈൻ സെഗ്മെൻറ്റ് ദാറ്റ് ടച്ചസ് ദ സർക്കിൾ അറ്റ് എക്സാക്ട്ലി വൺ പോയിന്റ് ആൻഡ് നവർ എൻറ്ററിങ് ദ ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇതൊരു സർക്കിളാണ്. ദിസ് ഈസ് ദ സെൻറ്റർ. ആൻഡ് നമുക്കറിയാം സർക്കിൾ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരുപാട് പോയിന്റ്സുകൾ ചേർന്നിട്ടാണ്. ബേസിക് യൂണിറ്റ് സർക്കിളിൻ്റെ പോയിന്റുകളാണ്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എ ലൈൻ സെഗ്മെൻറ്റ് ദാറ്റ് ടച്ചസ് ദ സർക്കിൾ അറ്റ് എക്സാക്ട്ലി വൺ പോയിന്റ്, അതായത് സർക്കിളിൻ്റെ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ ആ ലൈൻ സെഗ്മെൻറ്റ് ടച്ച് ചെയ്യുകയുള്ളൂ. ഓക്കെ, എക്സാക്ട്ലി വൺ പോയിന്റിലെ ടച്ച് ചെയ്യുകയുള്ളൂ. ആൻഡ് നവർ എൻറ്ററിങ് ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് അത് കടക്കുകയുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു പോയിന്റ് ആണ്. അതായത് ആ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്, ടാൻജൻറ്റ് ലൈൻ ഉണ്ടാവേണ്ടത്. ഓക്കെ, അതായത് ലൈൻ സെഗ്മെന്റ് ടച്ചിങ് ദ സർക്കിൾ ടച്ചസ് ദ സർക്കിൾ അറ്റ് എക്സാക്ട്ലി വൺ പോയിന്റ് ആൻഡ് നവർ എൻറ്ററിങ് ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ. ടാൻജൻറ്റ് ലൈൻ ഇവിടെ നിന്ന് വരച്ച് നമ്മൾ കറക്റ്റായിട്ട് റെഡി ആയില്ല. കാരണം ഇവിടെ പല പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്ന രീതി നമുക്ക് തോന്നും. പക്ഷേ എക്സാക്ട്ലി വൺ പോയിന്റിലെ ഒരു ടാൻജൻറ്റ് ലൈൻ ടച്ച് ചെയ്യാവും സർക്കിളിൻ്റെ. പക്ഷേ കൂടാതെ അത് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനും പാടില്ല. റൈറ്റ്. അപ്പോൾ നമുക്ക് വേഗം അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. എന്താണ് സെക്ടർ എന്ന് നോക്കാം. സെക്ടർ അഥവാ സർക്കുലർ സെക്ടർ, സർക്കിളിൻ്റെ സെക്ടർ എന്താണ്? ഇതൊരു സർക്കിൾ അല്ല. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ
ഒരു റേഡിയസ് വരച്ചു. ഓക്കെ, വീണ്ടും ഒരു റേഡിയസും കൂടി വരച്ചു. അപ്പോൾ കിട്ടുന്ന ഈ ഒരു സ്ട്രക്ചറിൽ ഇതാ ഈ ഒരു പോർഷൻ, ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. സെക്ടർ അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും രണ്ട് റേഡിയസ്, അതായത് രണ്ട് റേഡിയായി നമ്മൾ വരച്ചപ്പോൾ കിട്ടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഇത് മൈനർ സെക്ടറാണ്. മൈനർ സെക്ടർ. ഓക്കെ, ദിസ് ഈസ് ദ മേജർ സെക്ടർ. ഓക്കെ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും രണ്ട് റേഡിയായി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു പോർഷനെ, അല്ലെങ്കിൽ ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഇത് മൈനർ സെക്ടറാണ്, ഇത് മേജർ സെക്ടറാണ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എന്താണ് ആർക്ക് എന്ന് നോക്കാം. ഓക്കെ, ആർക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ആർക്ക്? ആർക്ക് മീൻസ് പാർട്ട് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിളാണ്, ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതായത് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ഒരു റീജിയൻ. ഇത് സർക്കിളിൻ്റെ പാർട്ടാണ്, അതായത് നേരത്തെ സർക്കിളിൻ്റെ ഒരു ഭാഗമാണിത്. ഇതിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പാർട്ട് ഓഫ് എ സർക്കിൾ. നമ്മളൊരു സർക്കിൾ വരച്ച് ഈ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പാർട്ടിനെ നമ്മൾ സർക്കിളിൻ്റെ പാർട്ടാണ്, അതിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്ക് മീൻസ് പാർട്ട് ഓഫ് എ സർക്കിൾ. അപ്പം നമ്മൾ സെക്ടർ എന്താണെന്ന് പറഞ്ഞു, ആർക്ക് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സെക്ടർ പറഞ്ഞല്ലേ, സെക്ടർ നമ്മൾ പറഞ്ഞു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും രണ്ട് റേഡിയായി വരച്ചാൽ കിട്ടുന്ന ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെക്ടർ ഉണ്ടായിരിക്കുന്നത് ഒരു ആർക്കും, ആർക്ക് മീൻസ് പാർട്ട് ഓഫ് എ സർക്കിളും രണ്ട് റേഡിയയും ചേർന്നിട്ടാണ് ഒരു സെക്ടർ ഉണ്ടായിരിക്കുന്നത്. ഇത് മൈനർ സെക്ടറും ഇത് മേജർ സെക്ടറും. ഇവിടെ രണ്ട് റേഡിയയും, ദിസ് ഇസ് ദ ആർക്ക്. ഇതിൻ്റെ മേജർ സെക്ടറിൻ്റെ കേസിൽ, മൈനർ സെക്ടറിൻ്റെ കേസിൽ രണ്ട് റേഡിയ ജോയിൻ ചെയ്യുന്നു, ദിസ് ഇസ് ദ ആർക്ക്. അതായത് രണ്ട് റേഡിയയും ഒരു ആർക്കും ചേർന്നിട്ടാണ് ഉള്ള ഈ ഒരു സ്ട്രക്ചറാണ് സെക്ടർ എന്ന് പറയുന്നത്. റൈറ്റ്, ഇനി നമുക്ക് എന്താണ് സെമി സർക്കിൾ എന്ന് നോക്കാം. സെമി സർക്കിൾ മീൻസ് ഹാഫ് ഓഫ് എ സർക്കിൾ. സെമി സർക്കിൾ. അപ്പം നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, സർക്കിൾ വരച്ചു. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നത്, അതായത് ലാർജസ്റ്റ് കോഡ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഈസ് ദ ഡയമീറ്റർ. നിങ്ങൾ കറക്റ്റായി വരയ്ക്കട്ടോ, കറക്റ്റായിട്ട് തന്നെ വരയ്ക്കണം. ഇത് ഞാനിപ്പോൾ ഒരു സുമാർ വരയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡയമീറ്റർ, അതായത് ലാർജസ്റ്റ് കോഡ് പാസിങ് ത്രൂ ദ സെൻറ്റർ. ഈ ഒരു കോഡ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ സർക്കിളിനെ രണ്ട് ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നില്ലേ? ഇതൊരു പാർട്ട്, ഇത് വേറൊരു പാർട്ട്. ഓക്കെ, ഈ ഹാഫിനെയാണ്, അതായത് ഈ ഈക്വൽ ഹാഫായിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെമി സർക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഫസ്റ്റ് ഹാഫ്, ഇത് അടുത്ത സെക്കൻഡ് ഹാഫ്. അതായത് ഒരു സർക്കിളിനെ രണ്ടായിട്ട് ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് സ്ട്രക്ചറിനെയാണ്, ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു സ്ട്രക്ചർ നമ്മൾ സെമി സർക്കിൾ എന്ന് പറയുന്നത്. അതായത് ഹാഫ് ഓഫ് സർക്കിൾ. ഇതൊരു സെമി സർക്കിളാണ്, ഇത് വേറൊരു സെമി സർക്കിളാണ്. ഓക്കെ, പോർഷൻ ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഇസ് ദ സെമി സർക്കിൾ. ഓക്കെ, സെമി സർക്കിൾ അതായത് ഹാഫ് ഓഫ് എ സർക്കിൾ, സർക്കിളിൻ്റെ പകുതി. ക്ലിയർ? ഇനി പറയാൻ പോകുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആംഗിൾസ് ഓൺ ദ സെമി സർക്കിളാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക. സെമി സർക്കിൾ എന്താണെന്ന് നമുക്കറിയാം, ഹാഫ് ഓഫ് സർക്കിൾ. ഇതാണ് ഡയമീറ്റർ. ഈ ഡയമീറ്റർ ഈ ഒരു സർക്കിളിനെ രണ്ട് ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഹാഫ്, ഇത് സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇതൊരു സെമി സർക്കിളാണ്, ഇത് വേറെ സെമി സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ സെമി സർക്കിളിൽ നമ്മൾ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ്, അതായത് സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റ്, സെമി സർക്കിൾ ഇവിടെ അല്ലല്ലോ, അതാ ഈ ഒരു സ്ട്രക്ചറല്ലേ സെമി സർക്കിൾ. ഓക്കെ, അതായത് സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റ് അഥവാ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുകയാണ് സെമി സർക്കിളിലെ ഒരു പോയിന്റിലേക്ക്. ഓക്കെ, ഈ ഒരു പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണ് സെമി സർക്കിളിലെ ഒരു പോയിന്റിലേക്ക്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, റൈറ്റ് ആംഗിൾ ആയിരിക്കും അഥവാ 90 ഡിഗ്രി. നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തിനാണ്? ആംഗിൾ ഹാവിങ് 90 ഡിഗ്രിയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആംഗിൾസ് വരയ്ക്കാം സെമി സർക്കിളിലേക്ക്. അതായത് പോയിന്റ് എന്താ, ഒരു ലൈൻ ജോയിൻ ചെയ്തു, സെമി സർക്കിളിൽ വേറൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാണ്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്തു, നമുക്കൊരു ആംഗിൾ കിട്ടി. ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെ തന്നെ ഒരുപാട് ആംഗിൾ വരയ്ക്കാം, നിങ്ങൾ വരച്ച് നോക്കുക, ഒക്കെ ഈക്വൽ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതായത് ആ ആംഗിൾ ക്രിയേറ്റ് ആകുന്ന ലൈൻസ്,
അതായത് ആംഗിൾ ഉണ്ടാക്കുന്ന ഈ ലൈൻസ് ഇല്ലേ, അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റ് നിന്നായിരിക്കണം. അതായത് ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ് നിന്നായിരിക്കണം ആ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സെമി സർക്കിളിലെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ആംഗിളാണ് 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾസ് ഓൺ ദ സെമി സർക്കിൾ എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആംഗിൾസ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരുപാടെണ്ണം വരച്ചു കൊണ്ടുപോകാം. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ നോക്കുക എന്താണെന്ന്. അപ്പോൾ ആംഗിൾ ഓൺ ദ സെമി സർക്കിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ. ഓക്കെ, ഇതാണ് ഡയമീറ്റർ, സെമി സർക്കിളാണിത്. അപ്പോൾ നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും പുറത്തേക്ക് ഒരു ലൈൻ വരച്ചു. സെമി സർക്കിളിൻ്റെ പുറത്തേക്കാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും വരച്ചു. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു ആംഗിൾ ലെസ് ദാൻ 90 ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓർത്ത് വെക്കുക, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ ലെസ് ദാൻ 90 ഡിഗ്രി. ഈ ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ നമ്മൾ എടുക്കുന്നത് അതായത് സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റ് അഥവാ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും പുറത്തേക്ക് 2 ലൈൻ വരച്ച് അതിവിടെ മീറ്റ് ചെയ്യുന്ന സെമി സർക്കിളിൻ്റെ പുറത്ത് മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ ലെസ് ദാൻ 90 ആയിരിക്കും. ഇനി നമുക്ക് ആംഗിൾ ഇൻസൈഡ് ദ സെമി സർക്കിൾ നോക്കാം. ഓക്കെ, ആംഗിൾ ഇൻസൈഡ് ദ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഇതാണ് സെമി സർക്കിൾ. ഇത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് സെമി സർക്കിളായി. ഇത് സെമി സർക്കിൾ, ഇത് സെമി സർക്കിൾ. ഓക്കെ, ഹാഫ് ഓഫ് സർക്കിൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ് അഥവാ സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും 2 ലൈൻ വരയ്ക്കുക. സെമി സർക്കിളിൻ്റെ ഉള്ളിലേക്ക്, സെമി സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കിട്ടുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും 2 ലൈൻ വരയ്ക്കുന്നു. അത് സെമി സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഇൻസൈഡ് ദ സെമി സർക്കിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ, ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ എന്തായിരിക്കും? ലെസ് ദാൻ 90 ആയിരിക്കും. ആലോചിക്കുക, ലെസ് ദാൻ 90 ആയിരിക്കും. ആംഗിൾ ഓൺ ദ സെമി സർക്കിൾ, ആംഗിൾ ഓൺ ദ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാ ശ്രദ്ധിക്കുക, ഈ ഒരു ആംഗിൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ആംഗിൾ ഓൺ ദ സെമി സർക്കിളാണിത്. ആംഗിൾ ഓൺ സെമി സർക്കിൾ, സെമി സർക്കിൾ. ഇത് ആംഗിൾ ഇൻസൈഡ്, ആംഗിൾ ഇൻസൈഡ് സെമി സർക്കിൾ, സെമി സർക്കിൾ. ഇത് ആംഗിൾ ഔട്ട്സൈഡ് ആണ്, ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ. ഓക്കെ, സെമി സർക്കിൾ. അപ്പം 3 ആംഗിളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആംഗിൾ ഇൻസൈഡ് ദ സെമി സർക്കിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓൺ ദ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കേണ്ടത് എൻഡ് പോയിന്റിൽ നിന്നായിരിക്കണം സെമി സർക്കിളിൻ്റെ. ഓക്കെ, സെമി സർക്കിളിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ സെമി സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആംഗിൾ ഓൺ ദ സെമി സർക്കിൾ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളത് ഇൻസൈഡ് ദ സെമി സർക്കിൾ ഗ്രേറ്റർ ദാൻ 90 ആണ്, ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ ലെസ് ദാൻ 90 ആണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ആംഗിൾസ് ഫോംഡ് ബൈ ആർക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആർക്ക് എന്താണെന്ന്. ആർക്ക് മീൻസ് പാർട്ട് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനാണ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങൾ നോക്കൂ. ഇതൊരു സർക്കിൾ അല്ലേ? ഓക്കെ, ഇതൊരു സർക്കിളാണ്. അപ്പം നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ഞാനൊരു പോർഷൻ എടുത്തു, സർക്കിളിൻ്റെ ഇതാ കട്ട് ചെയ്തെടുത്തു. ഇതൊരു പോർഷൻ. ഓക്കെ, അതിനെ ഞാൻ BC എന്ന് വിളിച്ചു. ഇതൊരു ആർക്കാണ്. ഓക്കെ, ഇതൊരു ആർക്കാണ്. ഇതും ഒരു ആർക്കാണ് കേട്ടോ. ഇത് മേജർ ആർക്ക്, ഇത് വേറൊരു പോർഷൻ സർക്കിളിൻ്റെ മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്, ഇത് സ്മോൾ പോർഷനാണ്. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു ആർക്കിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആണിത്. BC എന്ന് പറയുന്ന ആർക്കിൻ്റെ എൻഡ് പോയിൻറ്റ്സ് അല്ലേ ഇത്. അപ്പോൾ ആർക്കൊക്കെ ഈ ആർക്കെന്ന് വെച്ചാൽ പാർട്ടാണ്, സർക്കിളിൻ്റെ പാർട്ടാണ്. സർക്കിളൊക്കെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സുകൾ കൊണ്ടാണ്. ഓക്കെ, സെറ്റ് ഓഫ് പോയിൻറ്റ്സ് കൊണ്ടാണ് സർക്കിൾ ബിൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബേസിക് യൂണിറ്റ് സർക്കിളിൻ്റെയൊക്കെ എന്താണ്? പോയിൻറ്റ്സുകളാണ്. അപ്പോൾ നമ്മൾ ഈ ആർക്കിൻ്റെ എൻഡ് പോയിന്റ് നോക്കുക. ഈ എൻഡ് പോയിന്റിൽ നിന്നും നമ്മൾ ആർക്കിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് 2 ലൈൻ വരച്ച് ജോയിൻ ചെയ്താൽ കിട്ടുന്ന, അതായത് എൻഡ് പോയിന്റ്സിൽ നിന്നും ആർക്കിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിളാണ്
ആംഗിൾ ഓൺ ആർക്ക് എന്ന് പറയുന്നത്, അതായത് ബി സി എന്നൊരു ആർക്ക്, ഈ ബി സി എന്ന ആർക്കിൻ്റെ ആംഗിളാണിത്. ഓക്കെ, ആംഗിൾ ഓൺ ആർക്ക് എന്ന് പറയും. അതിനെ ഞാൻ ബി ഡി സി എന്ന പേര് വിളിക്കുന്നു, ബി ഡി സി എന്ന് വിളിക്കുന്നു ഈ ഒരു ആംഗിളിനെ, ആംഗിൾ ഓൺ ആർക്ക്. ഇനി ഈ ഒരു ആർക്ക് ബി സി എന്നൊരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇതാ. ഈ ആർക്കിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു എൻഡ് പോയിൻറ്റിൽ നിന്ന് ആർക്കിൻ്റെ ബി സി എന്ന ആർക്കിൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചാൽ കിട്ടുന്നതാ. ഇവിടെ സെൻറ്ററിൽ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്തില്ലേ, ഈ ഒരു ആംഗിളാണ് ആംഗിൾ ഫോംഡ് ബൈ ആർക്ക് ഓൺ സെൻറ്റർ. ഓക്കെ, ആംഗിൾ ഫോംഡ് ബൈ ആർക്ക് ഓൺ സെൻറ്റർ. ഇനി അതുപോലെ തന്നെ ഈ ബി സി എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്നും, അതായത് ഈ എൻഡ് പോയിൻറ്റിൽ നിന്നും ഈ എൻഡ് പോയിൻറ്റിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊണ്ടുവന്ന് ലൈൻ വരയ്ക്കുകയാണ്. അതായത് മേജർ ആർക്കിലൊരു പോയിന്റിലേക്ക്, അതായത് ബാക്കിയുള്ള റിമൈനിങ് സർക്കിളിൻ്റെ റിമൈനിങ് പോയിന്റിലേക്ക് നമ്മൾ, അതായത് കറക്റ്റായിട്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. അത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടുന്നത്, അതായത് മേജർ ആർക്കിലൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ഒരു ആംഗിളാണ് ആംഗിൾ മെയ്ഡ് ബൈ ആർക്ക് ഓൺ കോംപ്ലിമെൻറ്റ്, ആംഗിൾ ഓൺ ദ കോംപ്ലിമെൻറ്റ് എന്ന് പറയും ഇതിനെ. ഓക്കെ, ബി സി എന്നൊരു പറയുന്ന ആർക്കാണ് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഓൺ ആർക്ക് ബി ഡി സി, പിന്നെ ആംഗിൾ ഓൺ സെൻറ്റർ ആൻഡ് ആംഗിൾ ഓൺ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെയും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ സം ഓഫ് ദ ആംഗിൾ ഓൺ ആർക്ക് ആൻഡ് ദ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു വാട്ട് 180 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇതിനെ പി എന്ന് വിളിച്ചു, ആംഗിൾ ബി പി സി, അതായത് ബി പി സി, ഈ ഒരു ആംഗിൾ ഓൺ കോംപ്ലിമെൻറ്റ്, ഈ ബി സി എന്ന് പറഞ്ഞ ആർക്കാണ് ഈ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആംഗിൾ ഓൺ കോംപ്ലിമെൻറ്റും ആംഗിൾ ബി പി സി പ്ലസ് ആംഗിൾ ബി ഡി സി, ആംഗിൾ ഓൺ ആർക്ക്, ആംഗിൾ ബി ഡി സി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആംഗിൾ ഓൺ ആർക്കാണ് ബി ഡി സി, ആംഗിൾ ഓൺ കോംപ്ലിമെൻ്റ് ആണ്, ഈ ആർക്ക് കോംപ്ലിമെൻറ്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ് ആംഗിൾ ബി പി സി. അതിൻ്റെ സം ഈക്വൽ ടു വാട്ട് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ഫോംഡ് ബൈ ആർക്ക് ഓൺ ആർക്ക് ആൻഡ് ഇൻ കോംപ്ലിമെൻറ്റ്, ആംഗിൾ ഓൺ ദ ആർക്ക് ആൻഡ് സം ഓഫ് ദ ആംഗിൾ ഓൺ ദ ആർക്ക് ആൻഡ് ഓൺ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആർക്ക് ബി സി എന്ന ആർക്ക് സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയില്ലേ, അത് നമ്മൾ 2x എന്ന് ഡിനോട്ട് ചെയ്യുക. 2x ആണെന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓൺ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും, ഇതിൻ്റെ ഹാഫ് ആയിരിക്കും, അതായത് എക്സ് ആയിരിക്കും. ഓക്കെ, അതായത് സെൻറ്ററിലെ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും കോംപ്ലിമെൻറ്റിലെ ആംഗിൾ. ക്ലിയർ? അതായത് ബി സി എന്ന് പറഞ്ഞ ഒരു ആർക്കാണ് ഇവിടെ ഈ ആംഗിൾസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ബി സി എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ പോർഷൻ അല്ലേ, ഈ ഒരു സർക്കിളിൻ്റെ പോർഷനാണ് ഈ ആംഗിളൊക്കെ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഓൺ ആർക്കിലൊരു ആംഗിളാണ്. അതായത് ആർക്കിലെ എൻഡ് പോയിൻറ്റ്സിൽ നിന്നും ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു, ഈ ഒരു പോയിന്റിലേക്ക്, ആർക്കിലൊരു പോയിന്റിലേക്ക്, ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ ഓൺ ആർക്ക്. അതുപോലെ തന്നെ ആർക്കിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചു. അതുപോലെ തന്നെ ആർക്കിൻ്റെ ഇവിടെയുള്ള എൻഡ് പോയിന്റിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരച്ച് കിട്ടുന്ന ഈ ഒരു ആംഗിൾ അറ്റ് ദ സെൻറ്ററിൽ ഈ ഒരു ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിളാണിത്. ഇനി അതുപോലെ തന്നെ ഈ ആർക്കിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും കോംപ്ലിമെൻറ്റിലേക്ക് നമ്മൾ ലൈൻ വരച്ച്, 2 ലൈൻ വരച്ച് കിട്ടുന്ന ഈ ഒരു ആംഗിളാണ് ആംഗിൾ ഓൺ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആംഗിൾ ഫോംഡ് ബൈ ആർക്ക് ഓൺ സെൻറ്റർ എന്ന് പറയുന്നത് ആംഗിൾ ഫോംഡ് ബൈ ആർക്ക് ഓൺ കോംപ്ലിമെൻറ്റിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്ററിലുള്ള ആംഗിൾ. അതായത് ഈ ആംഗിൾ കാണാൻ ഈ ആംഗിൾ ഫോംഡ് ബൈ ആർക്ക് ഓൺ സെൻറ്ററിൻ്റെ ഓഫ് എടുത്താൽ മതി ആംഗിൾ ഓൺ കോംപ്ലിമെൻറ്റ് കാണാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആംഗിൾ ഓൺ കോംപ്ലിമെൻറ്റ്, അതായത് ആംഗിൾ ബി പി സി, ഈ ഒരു ആംഗിളും ബി ഡി സി, ഓക്കെ, ബി ഡി സി, അതിൻ്റെ സം എടുത്ത് കഴിഞ്ഞാൽ, അതായത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും എല്ലായ്പ്പോഴും. ഓക്കെ, 180 ഡിഗ്രി ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെൻറ്ററിൻ്റെ ആംഗിൾ ഫോംഡ് ബൈ ദ ആർക്ക് ഓൺ സെൻറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും കോംപ്ലിമെൻറ്റിലുള്ള ആംഗിൾ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പോർഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി പാർട്ട് 2 വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.